എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. കഴിഞ്ഞ നാളുകളിൽ അത്ഭുതകരമായി നടത്തിയ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ആ അഭിഷേകത്തിൽ തന്നെ ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ കർത്താവ് കൃപ തരട്ടെ. ശിമയോൻ ആത്മനിയോഗത്തിൽ ആലയത്തിൽ ചെന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു. ആത്മാവിൽ ജീവിക്കുന്നവർക്ക് ആത്മനിയോഗങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ നമ്മുടേതായ ഒരു നല്ല സമയത്തിനായി കാത്തിരിക്കരുത്. അതായത് നല്ല സമയം ഒരിക്കലും ഉണ്ടാകുന്നില്ല. നല്ല സമയം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചെന്നെത്തുന്ന എല്ലായിടത്തും കറക്റ്റ് സമയമായിരിക്കും. തക്ക സമയത്ത് ആ എത്തേണ്ടിടത്ത് ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് പരിശുദ്ധാത്മാവ് എത്തിക്കും. അതുകൊണ്ട് ചിലർ പറയും ഒരു നല്ല സമയം വരും. ചുമ്മാതാ, അങ്ങനെ ആർക്കും നല്ല സമയം വരില്ല. നല്ല സമയം എല്ലാവരും ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ്. അതിന് ദൈവാശ്രയം വേണം. കർത്താവിൻ്റെ ആത്മാവിൽ നിറയണം. ദൈവ വഴിയിൽ നടക്കുന്നവൻ അവൻ തൊടുന്നതൊക്കെയും സക്സസ് ആകുമെന്നാണ് 1-ാം സങ്കീർത്തനത്തിൽ. രാപ്പകൽ ധ്യാനിച്ച് വചനത്തിൽ സന്തോഷിക്കുന്നവൻ, അങ്ങനെയുള്ളവർക്ക് എല്ലാം റൈറ്റ് ടൈമാണ്, ശരിയായ സമയം. അല്ലാത്തവർക്കെല്ലാം കഷ്ടകാലമാണ്. ജനിച്ച് മരിക്കും വരെ കഷ്ടകാലം മാത്രം ചിലർക്കുണ്ട്. എന്താ കാരണം? അവർ സൃഷ്ടാവിലേക്ക് തിരിയുന്നില്ല. അവങ്കലേക്ക് നോക്കിയവരാണ് പ്രകാശിതരായത്. യേശുവിലേക്ക് നോക്കണം. അവരുടെ മുഖം ലജ്ജിച്ചു പോകില്ല. അതിൻ്റെ അർത്ഥം യേശുവിലേക്ക് നോക്കാത്തവരുടെ മുഖം ലജ്ജിച്ചു പോകുമെന്ന് തന്നെയല്ലേ? നിങ്ങൾ തന്നെ അതിനൊരു വ്യാഖ്യാനം കണ്ടെത്തുക. യേശുവിൽ ആശ്രയിക്കുന്നവർ ഒരു നാൾ കുലുങ്ങിപ്പോകില്ല. കർത്താവിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം. ചെറുതും വലുതുമായ വിഷയത്തിന് മറുപടി ഉണ്ടെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കർത്താവിനെ ചേർന്ന് പാടി ആരാധിക്കാൻ കിട്ടുന്ന സമയം വിലപ്പെട്ട സമയമാണ്. ദൈവത്തെ പുകഴ്ത്തുന്ന പാട്ടുകളാണ് നമ്മൾ പാടുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. I stand in awe of you. I stand in awe of you. Holy God, to whom all praise is due. I stand in awe of you. I stand in awe of you. I stand in awe of you. Holy God, to whom all praise is due. I stand in awe of you. You are beautiful beyond description, too marvelous for words, too wonderful for comprehension, like nothing ever seen or heard. Who can grasp your infinite wisdom? Who can fathom the depths of your love? You are beautiful beyond description, majesty and awe. I stand in awe of you. I stand
I stand in awe of you. You're beautiful. You are beautiful beyond description. Too marvelous for words, too wonderful for comprehension, like nothing ever seen or heard. Who can grasp your infinite wisdom? Who can fathom the depths of your love? You are beautiful beyond description, majesty enthroned above. I stand in awe of you. I stand in awe of you. Holy God, to whom all praise is due. I stand in awe of you. Holy God, to whom all praise is due. I stand in awe of you. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 38-ാം വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഭൂമിയിൽ വെച്ച് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഗിഫ്റ്റ്, ദാനം പരിശുദ്ധാത്മാവാണ്. അത് യേശുവിലേക്ക് തിരിഞ്ഞാൽ മാത്രമേ ലഭിക്കൂ. പത്രോസിന് പറയാനുള്ളത് അതാണ്. ഈ ദാനം ലഭിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവാണ് നമ്മുടെ മർത്തിയ ശരീരങ്ങളെ ജീവിപ്പിക്കും. മാത്രമല്ല, പോകുന്നതെല്ലാം ഒരാത്മനിയോഗത്തിലായിരിക്കും. നമ്മുടെ വേഗത വർദ്ധിക്കും. കഴിഞ്ഞ ദിവസം നമ്മളത് ചിന്തിച്ചു. 10 വർഷങ്ങൾക്കപ്പുറം 50 വർഷങ്ങൾക്കപ്പുറമൊക്കെ നടക്കേണ്ടത് അരമണിക്കൂർ കൊണ്ടും ഒരു ദിവസം കൊണ്ടൊക്കെ സംഭവിച്ചെന്നിരിക്കും. അതുപോലെയുള്ള വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ദൈവം നമ്മെ ഉപയോഗിക്കും. അടുത്തത് പരിശുദ്ധാത്മ വന്നു കഴിഞ്ഞാൽ അബ്രഹാമിനെ പോലെ എത്ര വൈകിയാലും കാര്യങ്ങൾ നടന്നിരിക്കും. സമയം കഴിഞ്ഞെന്ന് പറയുന്ന സമയത്തും പരിശുദ്ധാത്മ വ്യാപരിച്ചാൽ അവിടെ ദൈവപ്രവൃത്തി ഉണ്ടാകും. അബ്രഹാം ഒരു പ്രവാചകനായിരുന്നു. അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിരുന്നു. അപ്പോൾ ബൈബിളിൽ കാണുന്ന അനുഗ്രഹിക്കപ്പെട്ട എല്ലാ മനുഷ്യരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിരുന്നു. അവർ ശക്തരായിരുന്നു. അവരെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. കാരണം അവർ പരിശുദ്ധാത്മാവിലായിരുന്നു. പരിശുദ്ധാത്മാവെന്ന ദാനത്തിനു വേണ്ടി നാം ചെയ്യേണ്ടത് മാനസാന്തരപ്പെടുക, യേശുവിനോട് ചേരുക. മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയണം. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് തിരിയണം. എന്നാൽ ജീവിതത്തെ മാറ്റിമറിക്കുന്ന, ജീവിതത്തിന് അർത്ഥം കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരും. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ നമുക്ക് നല്ലൊരു ജീവിതം ഇല്ല എന്ന് തന്നെയാണ് പത്രോസിന് പറയാനുള്ളത്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ അവൻ നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. അങ്ങനെ ഇത് പറഞ്ഞു. 39-ാമത്തെ വാക്യം, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. വാഗ്ദത്തം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളുടെ മക്കൾക്കുള്ളതാണ്. നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളാണ്. നിങ്ങൾക്ക് വാഗ്ദത്തമുണ്ട്. മാത്രമല്ല
ദൈവം വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥർക്കുമുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ജാതികളായിരുന്നു, ദൈവവുമായി ബന്ധമില്ല, അബ്രഹാമിൻ്റെ സന്തതിയിൽ ഉൾപ്പെട്ടവരല്ല, ദൈവത്തിന് ഉടമ്പടിയുള്ള, ദൈവവുമായിട്ട് ബന്ധമുള്ള, ദൈവത്തിൻ്റെ പ്രത്യേക തെരഞ്ഞെടുപ്പായ അബ്രഹാമിൻ്റെ മക്കളുമല്ല നമ്മൾ. എന്നാൽ ദൈവം നമ്മെ വിളിച്ചു വരുത്തിയവരാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ദൈവം നമ്മെ ദൂരസ്ഥരായ, അകന്നുകിടന്ന നമ്മെ വിളിച്ചു വരുത്തി. പത്രോസ് ഇത് പറയുമ്പോൾ ജാതികളായ ആരും തന്നെ അന്ന് വിളിച്ചു വരുത്തപ്പെട്ടിട്ടില്ല. ആകാശത്തിൻ്റെ കീഴെ ഭൂമിയുടെ പല ഭാഗത്തു നിന്ന് വന്ന് പാർക്കുന്ന യഹൂദന്മാർ, അവർ അബ്രഹാമിൻ്റെ സന്തതികളാണ്. അവർ പെന്തക്കോസ് പെരുന്നാളിന് അവധിക്ക് നാട്ടിൽ വന്നതാണ്. ഇവരിൽ ആരും ജാതികളില്ല. ഇവരെല്ലാം അബ്രഹാമുമായിട്ട് ബന്ധമുള്ള അബ്രഹാമിൻ്റെ ജനറേഷനാണ്. അവർക്കുള്ള അനുഗ്രഹമാണ് ആദ്യം പരിശുദ്ധാത്മാവ് കൊടുത്തത്. എന്നാൽ അന്ന് പത്രോസ് വിളിച്ചു പറയാണ്, ദൈവം വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കുമുള്ളതാണ്. പത്രോസ് അത് പറയുമ്പോൾ പത്രോസ് പോലും അറിഞ്ഞു കാണില്ല, പിന്നത്തേതിൽ കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസിനൊരു വലിയ മിനിസ്ട്രി ഉണ്ടെന്നുള്ളതും, ഇതുപോലെ തന്നെ ഒരു ആത്മനിയോഗത്തിൽ താൻ അവിടെ ചെല്ലുമെന്നും, ആത്മാവ് ആദിയിലെന്ന പോലെ അവിടെ ഇറങ്ങുമെന്നൊന്നും താൻ വിചാരിച്ചിട്ട് പോലുമില്ല. ദൂരസ്ഥരായ ഏവർക്കും ദൈവം വിളിച്ച് വരുത്തുന്ന, ഇതിനകത്തിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവം വിളിച്ചു വരുത്തിയതാണ്. എവിടെ നിന്ന് വിളിച്ചു? മെനക്കെട്ട് നിന്നവരാണ്. ആരും നമ്മെ വിളിച്ചില്ല, ആർക്കും നമ്മെ വേണ്ടായിരുന്നു. നല്ല നല്ല ആൾക്കാരെയൊക്കെ പണിക്ക് രാവിലെ വിളിച്ചുകൊണ്ട് പോകും. കഴിഞ്ഞ ദിവസം ഞാൻ കൊല്ലത്ത് ഒരു വീട്ടിൽ പോയി. അപ്പോൾ അവിടെ ഒരു കൺവെൻഷൻ നടന്നു, പാസ്റ്റർ റെജിയുടെ ഭവനത്തിൽ. ആ കൺവെൻഷന് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ആ പറമ്പ് ക്ലീനാക്കാൻ മസ്കറ്റിൽ നിന്ന് വരുന്ന വഴി എയർപോർട്ടിൽ ഇറങ്ങിയിട്ട്, കൊച്ചിൻ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നേരെ കാറിന് പോയി കോയമ്പത്തൂരിൽ നിന്ന് പറമ്പിലെ പുല്ല് പറിച്ചു മാറ്റുന്ന ഒരു മിഷ്യൻ മേടിച്ചു. മിഷ്യൻ മേടിച്ചിട്ട് വന്ന് നേരെ രാത്രി നിന്ന് ആ പറമ്പ് ക്ലീനാക്കി. കാരണം അവിടെ കൺവെൻഷൻ നടക്കാനുള്ളതാണ്. അടുത്ത ദിവസം ഞാൻ പ്രസംഗിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ പാടണം. അപ്പൊ ഞാൻ ചോദിച്ചു, വേറെ ആരെയും കിട്ടിയില്ല, ഇവിടെ ആരും പണിക്കാരില്ലേ? ഉണ്ട് പാസ്റ്ററെ, ബംഗാളികൾ ഒത്തിരി പേരുണ്ട്. രാവിലെ നമ്മൾ ചെല്ലുമ്പോൾ നല്ല പണിക്കാരെ എല്ലാം ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോകും. പിന്നെ ഈ വലിയ പണിയൊന്നും അറിയാൻ പാടില്ലാത്തവരവിടെ മെനക്കെട്ട് നിൽപ്പുണ്ടാവും. അവരെ കൊണ്ടുവന്നാൽ ഞാൻ ഈ കിളച്ചും മറിച്ചത് ആ പുല്ലൊന്ന് പറിച്ചു മാറ്റാനേ അവർക്ക് പറ്റുള്ളൂ. എന്നാൽ രാവിലെ ചെല്ലുമ്പോൾ നല്ല കഴിവും പ്രാപ്തിയുള്ളവരെയൊക്കെ ഓരോരുത്തർ വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ ബംഗാളികളിൽ പോലും തിരിവുണ്ട്. നല്ല ഇനത്തെ എല്ലാം രാവിലെ ആൾക്കാർ കൊണ്ടുപോകും, നല്ല പണിക്കാരെ. അത് കഴിയുമ്പോൾ ആരും വിളിക്കാത്ത കുറച്ച് പേരും കൂടിയുണ്ട്. ഈ ലിസ്റ്റിൽ പെട്ടതാണ് നമ്മൾ. ആർക്കും വേണ്ടായിരുന്നു, തിരിവ് വന്നതാണ്. ഒരു പ്രയോജനവുമില്ല, ആർക്കും പ്രയോജനമില്ലാതെ ഭൂമിക്ക് ഭാരമായി ജീവിച്ച ഇതുപോലുള്ള വ്യക്തികളെയും കർത്താവ്, ദൂരസ്ഥരായ നമ്മെ കർത്താവ് വിളിച്ചു. ഒരിക്കലൊരു തോട്ടത്തിൽ വേല ചെയ്യാൻ ഒരു യജമാനൻ നടന്നു പോകുമ്പോൾ പലരും മെനക്കെട്ട് നിൽക്കുന്നത് കണ്ടു. നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? ഞങ്ങളെ ആരും വിളിച്ചില്ല. എന്തുകൊണ്ട് വിളിച്ചില്ല? വിളിക്കാനുള്ള പരിപാടികളൊന്നും ഇവർക്കില്ല. ഇവര് ആ തോട്ടത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പകുതി ജോലി പോലും ചെയ്യില്ല, അതിനുള്ള പ്രാപ്തിയില്ല. ഞങ്ങളെ ആരും വിളിച്ചില്ല. ഇത് തന്നെയാണ്, നമുക്ക് പ്രാപ്തിയില്ലായിരുന്നു. ഈ ഭൂമിയിൽ വിജയകരമായ ഒരു ജീവിതം നയിക്കാനുള്ള പ്രാപ്തി, കഴിവ്, താലന്തുകൾ ഇതൊന്നും നമുക്കില്ലായിരുന്നു. എന്നാൽ ദൈവം നമ്മെ
ദൂരസ്ഥരായ നമ്മെ, തിരിവ് വന്ന നമ്മെ, കാരണം വലിയ ഗുണമൊന്നുമില്ല, നമ്മെ കർത്താവ് വിളിച്ചു. ഈ തോട്ടത്തിന്റെ യജമാനൻ പലയിടത്തും നിൽക്കുന്ന ആൾക്കാരെ 3 മണി നേരത്തും 6 മണി നേരത്തും 9 മണി നേരത്തും ഒക്കെ മെനക്കെട്ട് നിന്ന പലരോടും, ഞങ്ങളെ ആരും വിളിച്ചില്ല, വാ എൻ്റെ തോട്ടത്തിലോട്ട് വാ. പൈസ പറഞ്ഞ് ഉറപ്പിച്ചു. എന്നിട്ട് തോട്ടത്തിലേക്ക് വിളിച്ചു. എല്ലാവർക്കും ഓരോ താലന്ത് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ തോട്ടത്തിലേക്ക് കൊണ്ടുവന്നു. ഈ കഥയിലെ ആൾക്കാർ നമ്മളാണ്. നമ്മെ ആർക്കും വേണ്ടായിരുന്നു. ഈ തോട്ടത്തിൽ കൊണ്ടുവന്നിട്ട് ഈ തോട്ടത്തിന്റെ അവകാശികളാക്കി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. നമ്മെ മക്കളും അവകാശികളുമാക്കി യജമാനൻ മാറ്റി. തൻ്റെ ആത്മാവിൽ നമ്മെ നിറച്ചു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, കഴിവും പ്രാപ്തിയുള്ള യഹൂദന്മാർ, ദൈവത്തിൻ്റെ പ്രത്യേക ജനമുള്ളപ്പോൾ ദൈവം ദൂരസ്ഥരായ ചിലരെ വിളിച്ചു വരുത്തി. നമുക്കതുകൊണ്ട് പ്രശംസിക്കാനോ ആരും വിമർശിക്കാൻ പോലും അവകാശമില്ല. നമ്മുടെ കണ്ണിൽ വലിയ തടിയിരിക്കുമ്പോൾ വേറെ ആൾക്കാരുടെ കണ്ണിലെ കരട് നോക്കട്ടെ എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് കർത്താവ് പറയുന്നത്. നമ്മുടെ കുറവുകൾ ആവശ്യത്തിനുണ്ട്. എന്നാലും മലയാളികളായ നമ്മൾ വിമർശിക്കുന്നതിന് മുൻപരാണ്. എന്ത് അവകാശം? ആരുടെയും കുറ്റം പറയാൻ നമുക്ക് അവകാശമുണ്ടോ? നമ്മുടെ കുറ്റം തന്നെ ആവശ്യം പോലെ ഇല്ലേ? നമ്മുടെ കണ്ണിൽ തടിയിരിക്കുമ്പോൾ അവര് ശരിയല്ല, ഇവര് ശരിയല്ല എന്ന് പറയാൻ നമുക്കെന്ത് അവകാശം? യഹൂദനെ കുറ്റം പറയാൻ നമുക്കെന്ത് അധികാരം? ആരെയും വിധിക്കാൻ, അന്യന്റെ ദാസനെ വിധിക്കാൻ ഒന്നും നമുക്ക് അവകാശമില്ല. കൃപയാൽ ദൂരസ്ഥരായ, മെനക്കെട്ട് നിന്ന, ആരും വിളിക്കാത്ത, ആർക്കും വേണ്ടാത്ത നമ്മെ വിളിച്ചിട്ട് അതേ ആത്മാവ് വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും, അത് കഴിഞ്ഞ് ദൈവം വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും. അതാണ് അവിടെ നമ്മൾ വായിച്ചത്. ദൈവം വിളിച്ചു വരുത്തുന്ന. ഒന്നുകൂടി വായിക്കാം. 2:39 വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. അടുത്തത്, നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതാണ്. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും മാത്രമല്ല. ഇത് യോവേൽ പ്രവാചകൻ പറഞ്ഞ സകല ജഡമെന്ന് ഉൾപ്പെടുന്നതിൽ നിങ്ങൾ മാത്രമല്ല, ദൈവം വിളിച്ചു വരുത്തുന്ന ഭൂമിയിലുള്ള എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കുമുള്ളതാണ്. ദൈവത്തിന് മുഖപക്ഷമില്ല. അവൻ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരുന്നു. നിയമം നോക്കിയല്ല പകരുന്നത്. ഒരു സീസണിൽ നിയമം നോക്കി മാത്രം അബ്രഹാമിന്റെ സന്തതികൾക്ക് മാത്രം കൊടുത്തിരുന്ന പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ അന്ത്യകാലത്ത് സകലർക്കും വേണ്ടി തരികയാണ്. ഇതെല്ലാം കേട്ടാലും പലരും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വലിയ ദാഹമോ താല്പര്യമോ കാണിക്കാറില്ല. ഒന്ന് ശ്രമിച്ചു നോക്കി, കിട്ടിയില്ല, വേണ്ടെങ്കിൽ വേണ്ട. എന്നാൽ നിങ്ങൾക്ക് ഇതേ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കും. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടത് അതിയായ വാഞ്ചയും, എനിക്ക് പരിശുദ്ധാത്മാവില്ലാതെ എൻ്റെ ജീവിതം വിജയകരമാകില്ല എന്ന് ഉള്ള സത്യമാണ്, ആ ബോധ്യമാണ്. എനിക്ക് പരിശുദ്ധാത്മാവിനെ കൂടാതെ വിജയങ്ങൾ കാണാൻ കഴിയില്ല എന്നുള്ളൊരു ബോധ്യം കിട്ടിയാൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ എന്ത് വില കൊടുത്തും പ്രാപിക്കും. എങ്ങനെയാണ്? വില മുടക്കണം, ദൈവസ്ഥലിൽ വീഴണം. കർത്താവേ, എനിക്കിത് കൂടിയേ തീരൂ. ദാഹത്തോടെ, ആർത്തിയോടെ, ദാഹത്തോടെ ദാഹിക്കുന്നവൻ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ ഒഴുകുന്നു. വളരെ ദാഹത്തോടെ ആഗ്രഹിച്ചാൽ പരിശുദ്ധാത്മാവ് നൽകി തരും. നമുക്ക് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒത്തിരി പേർ
അങ്ങുമായി ബന്ധമില്ലാതെ വളരെ ദൂരങ്ങളിൽ കഴിയുന്നവരുണ്ട്. അങ്ങ് യഹൂദന്മാരുടെ കർത്താവാണ്. അപ്പോൾ തന്നെ മെനക്കെട്ട് നിൽക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് വന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ബന്ധുക്കൾ, ഞങ്ങളുടെ ചാർച്ചക്കാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ വിലയേറിയ അനുഗ്രഹമുണ്ടാകാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. പ്രിയ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനും അനുഗ്രഹിക്കപ്പെടാനും എല്ലാവിധ കൃപാവരങ്ങളാലും ജ്വലിക്കുവാനും ഞങ്ങൾ പാർക്കുന്ന ദേശത്തൊരു അത്ഭുതം അടയാളമായി തീരുവാനും ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കും. അങ്ങുമായി വളരെ ദൂരെയായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അങ്ങ് സമീപസ്ഥരാക്കി മാറ്റണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ രക്തബന്ധങ്ങൾ, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, ഞങ്ങളെ കൂടെ കളിച്ച് വളർന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവരെ അങ്ങ് സമീപസ്ഥരാക്കി മാറ്റണമേ. ഈ പരിശുദ്ധാത്മാവിന്റെ അളവറ്റ നദിയിൽ നീന്തുവാൻ അവർക്കും കൃപ കൊടുക്കണമേ കർത്താവേ. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് ഈ ദിവസങ്ങളിൽ ധാരാളമായി പ്രാപിക്കാൻ കൃപ തരണം. യേശുവിൻ നാമത്തിൽ ആമേൻ. നമ്മളെപ്പോഴും ആഗ്രഹിക്കണം, ഇത് പോരാ എന്ന് പറഞ്ഞ് കൂടുതൽ ഈ നദിയിലേക്ക് ഇറങ്ങണം. പരിശുദ്ധാത്മാവിന്റെ അടുത്ത അളവിലേക്ക് നിറയുവാൻ ഈ ധ്യാനങ്ങൾ കാരണമാകട്ടെ. ഇന്ന് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപവാസ പ്രാർത്ഥന രാവിലെ ഉണ്ട്. പരിശുദ്ധാത്മാവിൽ നിറയുവാനും കൃപകൾ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ 10:30 പ്രൈസ് ജനറേഷൻ ചർച്ചിലേക്ക് വരിക. ഒടുവിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലസ് യു.